ഗായ്സ്, ഇനി നമ്മൾ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഷൻസിനെ കുറിച്ചായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ എങ്ങനെ ആംഗിൾ വെച്ച് ഹെഡ് ഷോട്ട് അടിക്കാനുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കഴിഞ്ഞ വീഡിയോ ഷൻസി കണ്ടുപിടിക്കുന്ന വീഡിയോ കാണാത്തവർ അത് പോയി കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് നല്ലപോലെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ സെൻസിറ്റിവിറ്റി പിന്നെ ഫ്രീ സ്റ്റൈൽ മൂവ്മെൻ്റ് ആണ് ഇതിലും പറയുന്നത്. പിന്നെ ഹെഡ് ഷോട്ട് മൂവ്മെൻ്റ് ആണ്. സെൻസിയിൽ ജനറൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ സ്റ്റൈലിലും ഹെഡ് ഷോട്ട് അടിക്കണേലും അത് ഞാൻ ആ വീഡിയോയിലും പറയുന്നുണ്ട്. ഫ്രീ സ്റ്റൈലിനും ഇമ്പോർട്ടൻ്റ് ആയതാണ് ജനറൽ. അപ്പം അതിനനുസരിച്ചുള്ള ജനറൽ വെക്കണം. പിന്നെ ഒരു ഫ്രീ സ്റ്റൈൽ മൂവ്മെൻ്റ് ആണ് ഇതിൽ പറയുന്നത്. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്വൈപ്പ് ചെയ്യുക ഡിസ്പ്ലേ, ഹാൻഡ് ജമ്പ് ചെയ്തിട്ട് സ്വിച്ച് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫയർ അടിക്കുക. പിന്നെ ഞാൻ പറയുന്നത് ഡൗൺ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചെയ്തിട്ട് ആ ഡൗൺ ഡ്രാഗ് ചെയ്താൽ നല്ലപോലെ ഹെഡ് ഷോട്ടും കയറും, നല്ലൊരു മൂവ്മെൻ്റ് ആയി കിട്ടുകയും ചെയ്യും. നമുക്കൊരു ഫ്രീ സ്റ്റൈൽ മൂവ്മെൻ്റ് ആണ്. സ്വിച്ച് ചെയ്യുക, ജമ്പ് ചെയ്യുക, ഗണ്ണ് സ്വിച്ച് ചെയ്യുക, ഫയർ. മനസ്സിലായില്ലെങ്കിൽ സ്വിച്ച് ചെയ്യുക, എന്നിട്ട് നമ്മൾ ചാടുക, എന്നിട്ട് ഗണ്ണ് എടുക്കുക, നമുക്ക് വേണ്ടത് ഫയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുക നമ്മളെ ഫിസ്റ്റിക്ക് തന്നെ. അപ്പോൾ ഒരു മൂവ്മെൻ്റായി, ചെറിയൊരു മൂവ്മെൻറ്റ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നാമത്തെ മൂവ്മെൻറ്റും പിന്നെ മൂന്നാമത്തെ മൂവ്മെൻറ്റ്. രണ്ടാമത്തെ മൂവ്മെൻറ്റ് കുഴപ്പമില്ല, റെക്കമെൻഡേഷൻ കുറവാണെന്നുള്ളൂ. മൂന്നാമത്തെ മൂവ്മെൻ്റാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്താണ് ഫ്രീ സ്റ്റൈൽ മൂവ്മെൻ്റാണ്. സ്പ്രിൻറ്റ് ചെയ്യുക, പിന്നെ ജമ്പ് ചെയ്യുക, എനിമിൻ്റെ നേരെ ഒന്ന് സ്പ്രിൻറ്റ് ചെയ്യുക, ജമ്പ് ചെയ്യുക, ചാടുക, പിന്നെ ഫയർ അടിക്കുക. അങ്ങനെ സ്ട്രൈക്ക് ഡ്രാഗ് ചെയ്യുക. അത് ഞാൻ പറയുന്നുണ്ട്, ഈ സ്ട്രൈക്ക് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഒരു മൂവ്മെൻ്റായി ഹെഡ് ഷോട്ട് നല്ല കയറും, ചാൻസും കൂടുതലാണ്. പിന്നെ ഒരു സംഭവമാണ് ഹെഡ് ഷോട്ട് ഈസിയായി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്വിച്ച് വെപ്പൺ എന്ന് പറയും. സ്വിച്ച് വെപ്പൺ സെൻസിറ്റിവിറ്റി പോയി കൺട്രോൾസിൽ പോയാൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ഓണാക്കി വെക്കാണ്. എന്നിട്ട് ഈ നീല ബ്ലൂ ബട്ടൺ മുട്ടുന്നതാണ്. അത് നല്ലൊരു സംഭവമാണ്. അത് ഹെഡ് ഷോട്ട് ചാൻസ് നല്ല, അത് കളിക്കുന്നതും നല്ലതാണ്. ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. 100% റെക്കമെൻഡ് ചെയ്യുന്നു. 3 ഫിംഗേഴ്സും ഒക്കെ ആണെങ്കിൽ സിമ്പിളായി നിങ്ങൾക്ക് പറ്റുന്നതാണ്. 2 ഫിംഗേഴ്സിനും ഇഷ്ടമാണെന്നുള്ളൂ. പിന്നെ ഒരു ഈ ഒരു ആംഗിളിൽ വെക്കുക, എനിമിൻ്റെ ലെഫ്റ്റോ റൈറ്റോ സൈഡിലോ വെച്ചിട്ട് ഫയറിങ് അംബർലൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, കൊടൻ്റെ സ്റ്റിക്ക്, അതിൻ്റെ ഒരു ഡ്രാഗ് ചെയ്യുക. ഇത് ഈ ബ്ലൂ കളറിൽ കാണുന്നത് അതേ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഷോർട്ട് റേഞ്ച്, ക്ലോസ് റേഞ്ച് ഗണ്ണിട്ട് അങ്ങനത്തെ എടുത്തുനിന്ന് വെടിവെക്കുന്ന ഏത് ഗണ്ണും, എടുത്തുനിന്ന് ഇപ്പോൾ ഉടുപ്പക്കരച്ച് വെടിവെക്കുന്നുണ്ട്, നല്ല എടുത്തുനിന്ന് ഉടുപ്പക്കരച്ച് വെടിവെക്കുന്നുണ്ട്, ആ ഡ്രാഗ്. പിന്നെ ഒരു ഹെഡ് ഷോട്ട് റാഗാണ്. നമ്മുടെ എനിമിയുടെ അടിയിൽ ഫയർ ബട്ടൺ വെക്കുക, അല്ലെങ്കിൽ അടിയിൽ ഫയർ ബട്ടൺ വെച്ച് ഫയർ ബട്ടൺ അങ്ങനെ വെടിവെക്കുകയാണെങ്കിൽ ഹെഡ് ചാൻസ് നല്ല. അങ്ങനെ ഇപ്പോൾ ലോങ് റേഞ്ച് എല്ലാ ലോങ് റേഞ്ചും ഒരു മിഡ് റേഞ്ചും
കമൻറ്റ് ചെയ്യുന്നു. സിറ്റബിൾ വാൾ നിങ്ങൾ അറിയേണ്ടത് നല്ലതാണ്. സിറ്റബിൾ വാളിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ സിറ്റബിൾ വാളിൽ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ സിറ്റബിൾ വാളിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ തീരെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിലും സപ്പോർട്ട് തരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോസ് വരാനുള്ള ചാൻസ് കുറവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. അപ്പോൾ ഞാൻ സിറ്റബിൾ വാളിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണതിന് ചിലവൊന്നുമില്ലല്ലോ, പിന്നെ എന്താ കുഴപ്പം? ഇപ്പോൾ ചെയ്തുകൂടെ? പിന്നെ ഒരു ഹെഡ്ഷോട്ട് ട്രാക്കാണ്. നമ്മുടെ എനിമീൻ്റെ ബോഡിയിലോ അതോ തലേൻ്റെ മേലോ വച്ചിട്ട് ഫയർ ബട്ടൺ അടിയിക്കാക്കി അപ്പം തന്നെ മേലേക്കാക്കുക. മനസ്സിലായില്ലെങ്കിൽ അടിയിക്കാക്കുക, മേലേക്കാക്കുക. എനിമീൻ്റെ തലേൻ്റെ മേലോ അതോ ബോഡിയിലോ വച്ചിട്ട് അടിയിക്കാക്കി മേലേക്കാക്കുക. അങ്ങനെ നല്ല ഹെഡ്ഷോട്ട് കയറും. പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്കിംഗ് പെർഫെക്റ്റ് ആണല്ലോ. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ 100% ഷുവറാണ്. നിങ്ങൾ പ്രാക്ടീസ് വിജയിക്കാം. ഞാൻ പറയുന്നു. Takedown. ഡ്രാഗൺ എനിമി എവിടേക്കെങ്കിലും ലെഫ്റ്റ് ആയിട്ട് എവിടേക്കെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സൈഡിലേക്ക് നിങ്ങൾ അതേ ആംഗിളിൽ ഡ്രാഗ് ചെയ്യുക. എനിമി ആ മൂവ്മെൻറ്റ് ചെയ്യുന്ന അതേ ആംഗിളിൽ മൂവ്മെൻറ്റ് ചെയ്യുക. അത് ഈ സ്ഥലത്ത് വന്നിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം ഫസ്റ്റ് അനങ്ങാതിരിക്കുന്ന എനിമീനെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾ റിയൽ പ്ലേയേഴ്സിനെറ്റ് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ 1v1 കളിച്ചും പ്രാക്ടീസ് ചെയ്യാം.
Brothers my guys, know that we fly, know that they ride or die. Why they wanna move like that?